ACL സർജറി കഴിഞ്ഞുള്ള വീഡിയോ ഇട്ടപ്പോൾ ഡീറ്റെയിൽ ആയി വേണമെന്ന് പറഞ്ഞവർക്കാണ് ഈ വീഡിയോ. ബിഫോർ സർജറി വീഡിയോ ആദ്യം ചെയ്യാമെന്ന് കരുതി നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടായിരിക്കും സർജറിയിലേക്ക് എത്തുന്നത്. അപ്പം എനിക്ക് ഇന്നലെ കളിക്കാൻ പറ്റിയതാ. ഭയങ്കര നടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ, ഇടയ്ക്ക് സ്ലിപ്പായി പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഹായ്, എൻ്റെ പേര് അഭിഷേക്. വെൽനസ് ഫൺ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കാലിക്കറ്റ് ബ്രാഞ്ചിൻ്റെ HOD ആണ്. ഈ നീ ജോയിൻറ്റ് ഫോം ചെയ്തേക്കുന്നത് 2 ബോൺസ് ചേർന്നാണ്. ഈ 2 ബോൺസിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്നതിന് ഒരു ജോയിൻറ്റ് ക്യാപ്സൂൾസ് ഉണ്ട്. ആ ജോയിൻറ്റ് ക്യാപ്സൂൾസിനെ ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട് ചുറ്റിനും. ഈ ലിഗമെൻറ്റ്സിനെ കുറച്ചും കൂടെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി, ബലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് മസിൽസ് ഇതിന് ചുറ്റിനുമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ടിക്കുലർ സർഫസ്, ക്യാപ്സൂൾസ്, ലിഗമെൻറ്റ്സ്, മസിൽസ്, ഇത്രയുത്തിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സുമുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് പെയിൻ വരുന്നത്, നമുക്ക് 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആദ്യം പറഞ്ഞ 3 സ്ട്രക്ചേഴ്സ്. ഈ സാധാരണ നമുക്ക് പെയിൻ വരുന്നത് ഈ 3-ൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന് വരുന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് സാധാരണയായി മുട്ടിൽ പെയിൻ വരുന്നത്. പെയിൻ ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക്? ഇവിടെ പെയിൻ ഉണ്ടല്ലേ? പക്ഷെ വലിയ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റീരിയർ ഗ്രൂപ്പ് ഓഫ് മസിൽ, ഈ ഹാംസ്ട്രിങ്ങിനെ നമ്മൾ ആദ്യം ശക്തിപ്പെടുത്തുക. അതുവഴി നമുക്ക് ACL ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ സോളീസ് മസിൽസ്. ഈ സോളീസിനെ കറക്റ്റായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ACL ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഹാംസ്ട്രിങ് വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ സോളീസ് മസിൽസിൻ്റെ വർക്കൗട്ട് കൊടുക്കുക. മൂന്നാമത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോക്സിമൽ മസിൽസ്, ഈ പ്രോക്സിമൽ മസിൽസ് ആയ ഗ്ലൂട്ടീസ്, മാക്സിമസും മീഡിയസും, അതിനെ നല്ലപോലെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? നീയിൽ ACL വരുന്ന സ്ട്രെങ്ത് കുറയാൻ പറ്റും. അവസാനം നമ്മളെ തൈ മസിൽസായ ക്വാഡ്സെപ്സ്, അതിനെ നമ്മൾ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നീ സ്റ്റെബിലിറ്റി കിട്ടും. സോ നമുക്ക് നല്ലപോലെ കളിക്കാനും പറ്റും. നിങ്ങൾക്കുണ്ടായത് ACL ടൈപ്പ് 1 ഇഞ്ചുറിയാണ്. ഈ ഇഞ്ചുറിക്ക് കുറേ എക്സസൈസസ് ഞാൻ കാണിച്ചു തരാം. എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് ബെറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതിനുള്ള എക്സസൈസ് വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അതിനായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കേ.